ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ടെക്സ്റ്റിലെ വേർഡ് പ്രോബ്ലംസും അതേപോലെ എക്സസൈസ് 1D ക്വസ്റ്റ്യൻസും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ടെമ്പറേച്ചർ ഓൺ മൺഡേ വാസ് 31 degree Celsius. On Tuesday, the maximum temperature rose by 3 degrees Celsius. Rainfall on Wednesday caused by minimum temperature to fall by 5 degrees Celsius. What was the maximum temperature on Wednesday? ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്, മൺഡേയിൽ മാക്സിമം ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ട്യൂസ്ഡേയിൽ മാക്സിമം ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഉള്ളിൽ നിന്നും 3 ഡിഗ്രി സെൽഷ്യസ് കൂടെ കൂടി. വെനസ്ഡേ മഴ പെയ്തു, അത് കാരണം ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് താഴ്ന്നു. അങ്ങനെയാണെങ്കിൽ വെനസ്ഡേയിലെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? മൺഡേയ്സ് മാക്സിമം ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസ്, ട്യൂസ്ഡേയ്സ് മാക്സിമം ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 3 ഡിഗ്രി കൂടെ കൂടി വരണം. 31 + 3 34 ഡിഗ്രി സെൽഷ്യസ്. വെനസ്ഡേയ്സ് മാക്സിമം ടെമ്പറേച്ചർ 5 ഡിഗ്രി താഴ്ന്നു എന്നാണ്. സോ മൈനസ് ചെയ്യുക. 34ൽ നിന്നും 5 ഡിഗ്രി സെൽഷ്യസ് സബ്ട്രാക്ട് ചെയ്താൽ 29 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഡ്രോപ്പ്ഡ് എ പെബിൾ ഇൻ ദ എയർ ഫ്രം എ ഹൈറ്റ് ഓഫ് 15 meters. 15 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു പെബിൾ താഴേക്ക് ഇട്ടു. വിച്ച് ഫെൽ ആൻഡ് സെറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് പോണ്ട് 10 meters ഡീപ്പ്. ഒരു കുളത്തിൻ്റെ അടിയിൽ 10 മീറ്റർ ആഴത്തിൽ അത് വന്ന് പതിച്ചു. ബൈ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ദ പെബിൾ ഫോൾ. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസാണ് ആ പെബിൾ ട്രാവൽ ചെയ്തതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗ്രൗണ്ട് ലെവൽ നമുക്ക് 0 ആയിട്ട് അസ്യൂം ചെയ്താൽ പെബിൾ ഇരിക്കുന്ന ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് +15 മീറ്ററും ദെൻ ലോവസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് -10 മീറ്ററുമാണ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെ പോണ്ടിന് കുളത്തിന് അടിയിൽ 10 മീറ്റേഴ്സാണ്. അത് നമുക്ക് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ ഹയസ്റ്റ് ഡിസ്റ്റൻസിനും ലോവസ്റ്റ് ഡിസ്റ്റൻസിൻ്റെയും ഡിഫറൻസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 15 - -10 എന്ന് വരും. ഈക്വൽ ടു 2 മൈനസ് സൈഡ് ബൈ സൈഡ് വന്നാൽ അത് പ്ലസ് സൈനായി മാറും. അത് നേരത്തെ പഠിച്ചതാണ്. സോ 15 + 10 ഈക്വൽ ടു 25 meters എന്ന ആൻസർ കിട്ടും. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ദ പെബിൾ ഫോൾ എന്നതിൻ്റെ ആൻസർ എത്രയാണ്? 25 meters. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവരി ഫ്ലോർ ഓഫ് എ 20-story ബിൽഡിംഗ് ഈസ് 5 meter ഹൈ. 20 നില ബിൽഡിങ്ങിൻ്റെ ഓരോ നിലയും ഓരോ സ്റ്റോറിയും ഓരോ ഫ്ലോറും എത്രയാണ്? 5 meter ഹൈറ്റാണ്. ഇഫ് എ ലിഫ്റ്റ് മൂവ്സ് 2 meter എവരി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും ആ ലിഫ്റ്റ് 2 meter വെച്ച് മുകളിലേക്ക് മൂവ് ചെയ്യും. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു മൂവ് ഫ്രം 3rd floor to 15th floor. 3ാമത്തെ ഫ്ലോറിൽ നിന്നും 15ാമത്തെ ഫ്ലോറിലേക്ക് എത്തിച്ചേരാൻ എത്രമാത്രം ഡിസ്റ്റൻസ്, എത്രമാത്രം ടൈം എടുക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക? ആദ്യം എന്ത് കണ്ടുപിടിക്കുക? 3rd ഫ്ലോറിനും 15th ഫ്ലോറിനും ഇടയിൽ എത്ര ഫ്ലോർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ വരും? നമ്പർ ഓഫ് ഫ്ലോർസ്, ലിഫ്റ്റ് ക്ലൈം ചെയ്യേണ്ട ഫ്ലോർസാണ് ഈ 3rd to 15th വരെ എത്ര ഫ്ലോർ ട്രാവൽ ചെയ്യണം എന്നുള്ളത്. 15 - 3 എടുത്താൽ മതി. 12 ഫ്ലോർ കിട്ടി. 12 ഫ്ലോർസ്. ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലോർ, ഓരോ ഫ്ലോറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 5 meter എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കവർ ചെയ്യേണ്ട അല്ലെങ്കിൽ മൂവ് ചെയ്യേണ്ട ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 × 12 ഈക്വൽ ടു 60 meter. ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? 2 meter ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം ടേക്കണം എന്ന് പറയുന്നത് എങ്ങനെ വരും? 60 / 2 ഈക്വൽ ടു 30 സെക്കൻഡ്. അതായത് ഒരു
സെക്കൻഡിൽ 2 മീറ്റർ മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 മീറ്ററാണ് ടോട്ടൽ ട്രാവൽ ചെയ്യേണ്ടത്. 60 മീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് എത്ര സെക്കൻഡ് എടുക്കും? 30 സെക്കൻഡ് എടുക്കും എന്നാണ് മീനിങ്. നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് 1D ആണ് ഡിസ്കസ് ചെയ്യാൻ പോവുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ നായർ ഹാഡ് ₹2,500 ഇൻ ഹിസ് ബാങ്ക് ഓൺ 1/1/2017. മിസ്റ്റർ നായരുടെ അക്കൗണ്ടിൽ 2500 രൂപ ജനുവരി 1, 2017 ഉണ്ട്. ഹി ഡെപ്പോസിറ്റഡ് 1250 ഇൻ ജനുവരിയിൽ തന്നെ അയാൾ എന്ത് ചെയ്തു? 1250 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഫെബ്രുവരി ആയപ്പോൾ ഹി വിഡ്രോ ₹750 ഇൻ ഫെബ്രുവരിയിൽ 750 രൂപ വിഡ്രോ ചെയ്തു. വാട്ട് വാസ് മിസ്റ്റർ നായർസ് ബാങ്ക് ബാലൻസ് 1/4/2017? 1/4 എന്ന് പറയുമ്പോൾ 4-ാമത്തെ മാസം, അതായത് ഏപ്രിൽ 1-ാം തീയതി അയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്? ഇഫ് ഹി ഡെപ്പോസിറ്റഡ് ₹500, 500 രൂപ അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ആൻഡ് വിഡ്രോ ₹300 ഇൻ മാർച്ച്, 300 രൂപ വിഡ്രോ ചെയ്തു. ദെൻ ബാലൻസ് എത്ര രൂപയാണ് അയാളുടെ അക്കൗണ്ടിൽ ഉള്ളതെന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക? എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഓൺ 1/1/2017 നായർസിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? നായരുടെ അക്കൗണ്ടിൽ 2500 രൂപ, ₹2,500. ജനുവരിയിൽ എന്താ ചെയ്തത്? 1250 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു? 750 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യുക? അക്കൗണ്ടിലില്ല, അക്കൗണ്ടിലുണ്ടായി നിന്ന് പിൻവലിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് അവിടെ മൈനസ് ചെയ്ത് തന്നെ വരണം. ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആഡ് ചെയ്യുക, വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യുക? സബ്ട്രാക്റ്റ് ചെയ്യുക. എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ മാർച്ചിൽ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? ₹500 ഡെപ്പോസിറ്റ് ചെയ്തു. അതേ മാസം തന്നെ 300 രൂപ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബാങ്ക് ബാലൻസ് 1/4/2017 കാണാൻ പറഞ്ഞാൽ വിഡ്രോ ചെയ്ത എമൗണ്ട് എല്ലാം സബ്ട്രാക്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ആൻസർ വരിക? 2500 പ്ലസ് 1250 മൈനസ് 750 പ്ലസ് 500 മൈനസ് 300. ഇവിടെ 2 എമൗണ്ടാണ് വിഡ്രോ ചെയ്തത്. ഒരു എമൗണ്ട് -750യും ഒരു എമൗണ്ട് എത്രയായിരുന്നു? 300 ആയിരുന്നു. ആ 2 എമൗണ്ട് എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്തതാണ്. അപ്പോൾ ആ 2 എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യണം. ആ സബ്ട്രാക്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റായിട്ടുള്ള ആൻസർ ലഭിക്കുന്നതായിരിക്കും. അതായത് ഏതൊക്കെ എമൗണ്ടാണ് നമുക്കിവിടെ ആഡ് ചെയ്തേണ്ടത്? 2500 ആഡ് ചെയ്യുക, പ്ലസ് അതിനോട് ഏത് ആഡ് ചെയ്യുന്നത്? 1250 ആഡ് ചെയ്യുക. ഈ 1250യും 3500 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 3750 വരണം. അതിൽ നിന്നും 750 സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ 3750 750 സബ്ട്രാക്റ്റ് ചെയ്ത് എത്ര വരും? 3000 എന്ന് വരും. ഈ 3000 അടുത്ത് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഏതാണ്? 500. 3000 പ്ലസ് 500 എത്രയാണ്? 3500 എന്നായി മാറി. 3500 നിന്നും 300 സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 3200 എന്ന ആൻസറാണ് ഇവിടെ ലഭിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ 2/50 മീറ്റർ റിലേ റേസ്, ഒരു 2x50 മീറ്റർ റിലേ അതായത് ഓട്ടമത്സരമാണ്. റിലേയിൽ പ്രിയ റാൻ ദ ഫസ്റ്റ് 50 മീറ്റേഴ്സ്. പ്രിയ എന്ത് ചെയ്തു? ആദ്യത്തെ 50 മീറ്റർ പ്രിയ ഓടി. ആൻഡ് ഹാൻഡഡ് ദ ബാറ്റൺ ടു റിങ്കി. എന്നിട്ട് എന്ത് ചെയ്തു? ബാറ്റൺ റിങ്കിക്ക് കൈമാറി. ഹു ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് ടുവേഴ്സ് ദ ഫിനിഷിംഗ് ലൈൻ, ആ ഫിനിഷിംഗ് ലൈനിൽ ആ കുട്ടി നിൽക്കുന്നതിന് പകരം, ആരാണ്? റിങ്കി ഫിനിഷിംഗ് ലൈനിൽ നിൽക്കുന്നതിന് പകരം 10 മീറ്റർ പിറകോട്ട് മാറിയാണ് നിന്നത്. റാൻ ബാക്ക് 10 മീറ്റേഴ്സ് ടുവേഴ്സ് ദ സ്റ്റാർട്ടിംഗ് ലൈൻ. സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് ബാക്കിലോട്ട് 10 മീറ്റേഴ്സ് മാറിയാണ് നിന്നത്. ബിഫോർ ഹി വാസ് സ്റ്റോപ്പ്. ഹൗ മെനി മീറ്റേഴ്സ് ഡസ് ഡിങ്കി ഹാവ് ടു റൺ നൗ ടു ഫിനിഷ് ദ റേസ്? അങ്ങനെയാണെങ്കിൽ
എത്ര മീറ്റർ റിങ്കിക്ക് ഓടേണ്ടി വരും? നമുക്ക് 2x50 എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെയാണ് 100 മീറ്റർ കവർ ചെയ്യേണ്ടത്. അതിൽ പ്രിയ 50 മീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 50 മീറ്ററേ ഉള്ളൂ. പക്ഷേ അവൾ റിങ്കി നിൽക്കേണ്ട പ്ലേസിൽ നിന്ന് 10 മീറ്റർ ബാക്കിലോട്ടാണ് മാറി നിന്ന്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യേണ്ടി വരും? ആ 10 മീറ്റർ കൂടെ അധികം ഓടേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ പറയാൻ പറ്റും. എന്ത് പറയാം? 50 + 10 60 ആണ് ആൻസറായിട്ട് പറയാൻ പറ്റുക. അത് നമുക്കറിയാം. അപ്പോൾ 60 മീറ്ററാണ് ഇവിടെ റിങ്കി ഇനി ഓടി എത്താനുള്ള ദൂരം. അപ്പോൾ അതെങ്ങനെ നമുക്ക് സൊല്യൂഷനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ടു ബി കവേർഡ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ബി കവേർഡ് 2x50 100 മീറ്റർ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ പ്രിയ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 50 മീറ്റർ. ഇനി നമുക്ക് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്, റിമൈനിങ് ഡിസ്റ്റൻസ് ടു ബി കവേർഡ് 100 - 50 50 മീറ്റർ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ റിങ്കി എന്താ ചെയ്തത്? ബാക്കിലോട്ട് 10 മീറ്റേഴ്സ് പുറകിലോട്ട് മാറി നിന്നു. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? -10. പുറകിലോട്ട് മാറിയതുകൊണ്ട് -10 മീറ്റർ എന്ന് എടുക്കുക. അതായത് റാൻ ബാക്ക് ആയതുകൊണ്ടാണ് -10 മീറ്റർ എന്ന് എടുക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക? 50 - -10 എന്ന ആൻസർ വരും. അതായത് 50 + 10 = 60 മീറ്റർ എന്നതാണ് അവിടുത്തെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് 2 numbers ഈസ് 105. 2 നമ്പർ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 105 കിട്ടണം, 105 എന്ന് കിട്ടണം. ഇഫ് 1 number ഈസ് -7, ഒരു നമ്പർ -7 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ അതർ? നെക്സ്റ്റ് അതർ നമ്പർ, അടുത്ത നമ്പർ ഏതാണ്? ഫസ്റ്റ് നമ്പർ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്തോലെ ഫസ്റ്റ് നമ്പർ ബി എക്സ് ഓർ എ എനി വേരിയബിൾ. ഫസ്റ്റ് നമ്പർ എ എന്ന് എടുത്തു. സെക്കൻഡ് നമ്പർ -a എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് 2 numbers ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 105. ഇവിടെ ഇപ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 numbers എന്ന് പറയുമ്പോൾ a × -7 = 105. a × -7 എന്നത് -7a = 105. Then a is equal to 105 divided by -7 = 15. Next question. A book cost ₹96 and Mahesh bought 60 such books. By mistake, the accountant at the store made the bill by taking the cost of each book to be ₹5 less. What is the difference in this bill from what it should have been? അതായത് ഒരു ബുക്കിൻ്റെ വില 96 രൂപ. മഹേഷ് ബോട്ട് 60 സച്ച് ബുക്സ്, അങ്ങനത്തെ 60 ബുക്ക് മഹേഷ് വാങ്ങി. പക്ഷേ ബില്ലിംഗ് സെക്ഷനിലിരുന്ന അക്കൗണ്ടൻ്റ് എന്താ ചെയ്തത്? ഈ 96 രൂപയ്ക്ക് പകരം ഓരോ ബുക്കിനും 5 രൂപ കുറച്ചാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ബില്ല് എമൗണ്ടും അയാളുടെ ഒറിജിനൽ വിലയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 5 രൂപ ഓരോ ബുക്കിനും കുറഞ്ഞു എന്ന് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബുക്കിനപ്പോൾ എത്ര രൂപയായിരിക്കും ഇട്ടേക്കുന്നത്? 91 rupees. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ 91 ഇട്ട് 60 ബുക്കിൻ്റെ വാല്യൂ അവിടെ കണ്ടുപിടിക്കുക. 96 ഇട്ട് 60 ബുക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ആൻസറായി. നമുക്കിനി സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. കോസ്റ്റ് ഓഫ് 1 book 96. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 60 books, 60 ബുക്കിൻ്റെ വില എത്രയായിരിക്കും? 60 × 96 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5760 എന്നുള്ള ആൻസർ കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് 1 book ഇൻ ദ ബിൽ പ്രകാരം ഒരു ബുക്കിൻ്റെ വില എന്തായിരുന്നു? 5 രൂപ കുറച്ചാണ് ഇട്ടത്. അപ്പോൾ 96 - 5 എത്ര? 91 ആയി. അങ്ങനത്തെ 60 ബുക്കിൻ്റെ വിലയായപ്പോൾ എത്രയാണ്? 91 × 60 5460 എന്നായി മാറി. ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ എമൗണ്ട് ആൻഡ് ബിൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 5760 - 5460 = ആൻസർ എത്ര? ₹300 എന്ന ആൻസർ ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവരി ഫ്ലോർ ഓഫ് എ 104-story skyscraper is 4 meters high. ഒരു 104 നിലയുള്ള ഒരു സ്കൈ സ്ക്രാപ്പറിൽ ഓരോ ഫ്ലോറിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് 4 meter ആണ്. ഇഫ് എ ബലൂൺ റൈസസ് 3 meter എവരി സെക്കൻഡ്, ഓരോ സെക്കൻഡിൽ 3 meter ഉയരത്തിൽ ബലൂൺ പറക്കുന്നു.
ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റൈസ് ഫ്രം 36th ഫ്ലോർ ടു 96th ഫ്ലോർ? 36ാമത്തെ നിലയിൽ നിന്നും 96ാമത്തെ ഫ്ലോറിലേക്ക് ഈ ബലൂണിന് പറക്കാൻ എത്ര സമയം വേണ്ടി വരും? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതേ മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻ വരിക. നമുക്കെന്ത് 36th ഫ്ലോറിൽ നിന്നും 96th ഫ്ലോർ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര ഫ്ലോർ വരുമെന്ന് നോക്കുക. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് ഫ്ലോർസ് ഫ്രം 36 to 96 ഈക്വൽ ടു 96 മൈനസ് 36 ഈക്വൽ ടു 60. ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലോർ, ഓരോ ഫ്ലോറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 4 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബലൂൺ എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 മീറ്ററാണ് ബലൂൺ സഞ്ചരിക്കുക. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ 60 ഫ്ലോർ, നമുക്കിവിടെ 60 ഫ്ലോറാണ് സഞ്ചരിക്കേണ്ടത്. ആ 60 ഫ്ലോറിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ ഫ്ലോറിൻ്റെ 4 മീറ്ററാണ്. സോ 60 × 4 ഈക്വൽ ടു 240 മീറ്റർ എന്ന് കിട്ടി. ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ് ഡിസ്റ്റൻസ്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3. സോ 240 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 80 സെക്കൻഡ്. ആൻസർ എത്ര വരും? 80 സെക്കൻഡ് എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് ലഭിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡൈവർ വാസ് കളക്ടിങ് വാട്ടർ സാമ്പിൾസ് ഫ്രം എ ലേക്ക്. ഒരു ലേക്കിൽ നിന്ന് വാട്ടർ സാമ്പിൾസ് ഒരു ഡൈവർ, അല്ലേ, ഡൈവർ ആരാണ്? ഡൈവ് ചെയ്യുന്ന ആൾ, അല്ലേ, ലേക്ക് ഡൈവ് ചെയ്യുന്ന ആൾ കളക്ട് ചെയ്യുകയാണ്. ഹീ കളക്റ്റഡ് എ സാമ്പിൾ അറ്റ് എവരി ഇൻ്റർവെൽ ഓഫ് 3 മീറ്റർ. അപ്പോൾ ആ മുങ്ങൽ വിദഗ്ധൻ എന്താ ചെയ്തത്? ഓരോ 3 മീറ്ററിലും ഓരോ സാമ്പിൾ വെച്ച് കളക്ട് ചെയ്യും. അപ്പം എവിടെ പോകേണ്ട? ലേക്കിലാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഓരോ 3 മീറ്ററിലും ഓരോ സാമ്പിൾ വെച്ച് കളക്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് അറ്റ് 5 മീറ്റർ ബിലോ, 5 മീറ്റർ താഴെ നിന്നാണ് അയാൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സാമ്പിൾ വാസ് കളക്റ്റഡ് അറ്റ് ദ ഡെപ്ത് ഓഫ്, അവസാനത്തെ സാമ്പിൾ 35 മീറ്ററിൽ നിന്നുമാണ് കളക്ട് ചെയ്തത്. ഹൗ മെനി സാമ്പിൾസ് ഡിഡ് ഹി കളക്ട്? എത്ര സാമ്പിൾ അയാൾ കളക്ട് ചെയ്തിട്ടുണ്ടാകും? ഓരോ 3 മീറ്ററിലുമാണ്. അപ്പോൾ 5 മീറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അടുത്ത സാമ്പിൾ അയാൾക്ക് കിട്ടുന്നത് 5 + 3 8 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും. അടുത്ത എത്ര? 12 മീറ്റർ ഡിസ്റ്റൻസിലായി. അങ്ങനെ എത്ര സാമ്പിൾ അയാൾ കളക്ട് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഇനിഷ്യൽ ഡെപ്ത്, അതായത് സ്റ്റാർട്ടിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് ലേക്കിനടിയിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ 0 കൊടുത്തു. 5 മീറ്റർ ബിലോ, അല്ലേ, 5 മീറ്റർ ബിലോ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് -5 മീറ്റർ എന്ന് എടുക്കുക. അതിന് ഫൈനൽ ഡെപ്ത് എത്രയാണ്? 35 മീറ്റർ ആഴത്തിൽ നിന്നാണ് അവസാനത്തെ സാമ്പിൾ അയാൾ എടുത്ത ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡെപ്ത് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? -5 മീറ്റർ പ്ലസ് 35 ഓർ 35 പ്ലസ് -5 ഈക്വൽ ടു 30 മീറ്റർ ആണ് ഡെപ്ത്. ഓരോ 3 സെക്കൻഡിലാണ് ഓരോ സാമ്പിൾ കളക്ട് ചെയ്തത്. സോ 30 മീറ്റർ ഡിവൈഡഡ് ബൈ 3 കൊടുക്കുക. 10 എന്ന നമ്പർ അവിടെ ആൻസറായിട്ട് കിട്ടും. ഇവിടുത്തെ ആൻസർ എന്തുവാണ്? ടോട്ടൽ സാമ്പിൾസ് കളക്റ്റഡ് ഈക്വൽ ടു 10. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജൻ വെൻറ്റ് ടു പ്ലേ വിത്ത് 60 മാർബിൾസ്. 60 മാർബിൾ കൊണ്ട് രാജൻ കളിക്കാൻ തുടങ്ങി. ഇന്ന് 8 ഗെയിംസ്, 8 ഗെയിം കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? -5 മാർബിൾ സ്കോർ ചെയ്തു. 8 ഗെയിമുകളിൽ നിന്ന് ഇൻ 8 ഗെയിംസ് ഹി ഗെയിൻഡ് -5 മാർബിൾസ് ഈച്ച്. ഓരോ ഗെയിമിലും -5 മാർബിൾ വെച്ചാണ് 8 ഗെയിമിൽ കളക്ട് ചെയ്തത്. ആൻഡ് ഇൻ 4 ഗെയിംസ്, 4 ഗെയിമുകളിലായി ഹി ഗെയിൻഡ് 4 മാർബിൾസ് ഈച്ച്. 4 മാർബിൾ വീതം ഓരോ ഗെയിമിലും കളക്ട് ചെയ്തു. അങ്ങനെ 4 ഗെയിമിൽ കിട്ടി. ഹൗ മെനി മാർബിൾസ് ഡിഡ് രാജൻ ഹാവ് അറ്റ് ദ എൻഡ്? ആ അവസാനം, അതായത് 60 മാർബിൾ കൊണ്ടാണ് കളിച്ചത്. ലാസ്റ്റ് എത്ര മാർബിൾ ബാക്കി കയ്യിലുണ്ടെന്ന് കാണണം. ഇവിടെ ടോട്ടൽ അപ്പോൾ എത്ര ഗെയിമാണ് രാജൻ കളിച്ചിട്ടുണ്ട്? 8 + 4 12 ഗെയിം കളിച്ചിട്ടുണ്ട്. ഈ 12 ഗെയിംസിലായി രാജന് എത്ര മാർബിളാണോ നഷ്ടപ്പെട്ടെന്ന് അല്ലെങ്കിൽ നേടിയതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് 60, അല്ലേ. ടോട്ടൽ രാജൻ്റെ കയ്യിൽ 60 മാർബിൾ ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് മാർബിൾസ് ഗെയിൻഡ് ഇൻ 8 ഗെയിംസ്, 8 ഗെയിമുകളിൽ നിന്നായി രാജൻ നേടിയ മാർബിൾ എന്ന് പറയുന്നത് 8 × -5 ആണ്, ഈക്വൽ ടു -40. ഓരോ ഗെയിമിലും -5 വെച്ചാണ് കിട്ടിയത്. അങ്ങനെ 8 ഗെയിമുകളിൽ നിന്ന് -40 കിട്ടി. നമ്പർ ഓഫ് മാർബിൾസ് ഗെയിൻഡ് ഇൻ 4 ഗെയിംസ്, 4 ഗെയിമുകളിൽ നിന്നായി കിട്ടിയത് 4 × 4, അതായത് 16 മാർബിൾസ് ആണ്. അതായത് 4 ഗെയിമിൽ ഒരു ഗെയിമിന് 4 മാർബിൾസ് വെച്ച് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്.
അതുകൊണ്ട് 4 × 4 16. നമ്പർ ഓഫ് മാർബിൾസ് ഗെയിൻഡ് ഇൻ 12 ഗെയിംസ്. അപ്പോൾ 8 + 4 മൊത്തം 12 ഗെയിമാണ് കളിച്ചത്. ആ 12 ഗെയിമുകളിൽ നിന്നായി കിട്ടിയ മാർബിൾസ് എന്ന് പറയുന്നത് -40 + 16, അതായത് -24. നമുക്കറിയാം ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് ലാർജസ്റ്റ് സൈൻ കൊടുക്കുക. അപ്പോൾ -24 എന്ന് കിട്ടി. നമ്പർ ഓഫ് മാർബിൾസ് അറ്റ് ദ എൻഡ്. അവസാനം എത്ര മാർബിളാണ് അപ്പോൾ രാജൻ്റെ കയ്യിലുള്ളത്? 60. ടോട്ടൽ 60 ആയിരുന്നു. 60 + -24 = എത്രയാണ്? 36. അപ്പോൾ ഗെയിം കഴിഞ്ഞപ്പോൾ രാജൻ്റെ കയ്യിൽ 36 മാർബിൾസേ കയ്യിൽ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സബ്മറൈൻ മൂവ്ഡ് ഫ്രം ദ വാട്ടർ സർഫസ് അറ്റ് എ സ്പീഡ് ഓഫ് -20 m/s. ഒരു സബ്മറൈൻ വാട്ടർ സർഫസിൽ കൂടെ ഓടുന്നത് -20 m/min. ഒരു മിനിറ്റിൽ -20 മീറ്ററാണ് വാട്ടർ സർഫസിൽ നിന്ന്. അപ്പോൾ എങ്ങോട്ടാണ്? താഴേക്കാണ്. സബ്മറൈനാണ്, വെള്ളത്തിനടിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് -20 ആയിപ്പോയത് സ്പീഡ്. ഹൗ ഫാർ ഈസ് ദ സബ്മറൈൻ ഫ്രം ദ വാട്ടർ സർഫസ് അറ്റ് ദ എൻഡ് ഓഫ് 7 minutes? അങ്ങനെയാണെങ്കിൽ 7 മിനിറ്റ് കഴിയുമ്പോൾ വാട്ടർ സർഫസിൽ നിന്നും ഈ സബ്മറൈൻ എത്രമാത്രം ദൂരം എത്തിയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് സബ്മറൈൻ എന്താ പറഞ്ഞത്? -20 m/min ആണ്. 7 മിനിറ്റ് ആകുമ്പോൾ 7 × -20. 7 മിനിറ്റ് അല്ലേ? അപ്പോൾ 1 മിനിറ്റ് -20 ആണെങ്കിൽ 7 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 7 × 7 × -20 എന്ന് എടുക്കുക. -140 മീറ്റർ ദൂരത്തിലായിരിക്കും ആരിയിരിക്കുന്ന സബ്മറൈൻ 7 മിനിറ്റ് കഴിയുമ്പോൾ ഇരിക്കുക. അപ്പോൾ എക്സസൈസ് 1D ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക. താങ്ക് യു.